സൂചിപ്പിച്ചതേ ഈ റിമാർക്ക് റിമാർക്സ് സാറിന് എഴുതാൻ പറ്റും. സാറിന് ഇല്ല സാറിന് എഴുതാൻ പറ്റും, റിമാർക്സ് എഴുതാൻ പറ്റും. സാർ കണ്ട കാര്യം സാർ ഇതിനകത്ത് എഴുതാൻ പറ്റും. അത് ഇൻസ്പെക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സാർ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. സാർ മജിസ്ട്രേറ്റ് പദവിയുള്ള ഒരാളാണ്. സാർ അത് കൈകാര്യം ചെയ്യാം. രജിസ്റ്റർ മാറിപ്പോകുന്നു. ഇല്ല അതൊന്നും ഇല്ലത്. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതല്ല സാർ ഈ ഇതിന് വരുമോ? അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സാർ കണ്ട കാര്യം സാറിന് എഴുതിക്കൂടെ? മാർക്ക് ചെയ്യാൻ അധികാരമുള്ള സാർ, അധികാരമുള്ള ആളാണ്. പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വന്നാലേ അവരുടെ അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള രേഖപ്പെടുത്തൽ നടത്താൻ കഴിയുള്ളൂ. പുറത്തുനിന്ന് വരുമ്പോൾ ജില്ലാ കളക്ടർ പോലെ ഒരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ കഴിയുമായിരിക്കാം. പക്ഷെ അതിന് താഴെ നമുക്കൊന്നും അതിനുള്ള അധികാരം അതല്ല സാറ് ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാർ ജില്ലാ കളക്ടർ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ചുമതലപ്പെടുത്തിയ ആളാണ് സാർ. സാറ് മജിസ്ട്രേറ്റ് പദവിയുള്ള ഒരാളാണ്. ആ അധികാരമാണ് സാർ ഉപയോഗിക്കേണ്ടത്. അതിന് ഉപയോഗിക്കേണ്ട അധികാരമുണ്ട് സാറിന്. അതുപോലെ ഇതിനകത്ത് 12 മണി തൊട്ട് ഇവിടെ എല്ലാവരും ഉണ്ട്, 11 മണി തൊട്ട് എല്ലാവരും ഉണ്ട്. ഇവര് കല്യാണം എല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ അവർ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഒന്നും കറക്റ്റ് അല്ല. ഒരു അറ്റൻഡൻസ് ഒന്നും അപ്ഡേറ്റ് അല്ല. എന്തോന്ന് അറിയത്തില്ല. ആ ഡോക്ടറെ ചോദിച്ചിട്ട് അതിനും ആൻസർ പറയാറില്ല. ഉത്തരവാദിത്തപ്പെട്ട ചാർജുള്ള ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല. ഒപ്പിട്ടിട്ട് പോയവരാണ് ഇതിന്റെ ഉദ്യോഗസ്ഥർ. നടപടി ഉണ്ടാവണം. അതിന് കളക്ടറെ ബന്ധപ്പെട്ട് സാറിനെ ഇവിടെ അന്വേഷണം ചുമതലപ്പെടുത്തി വിട്ടത്. കാര്യങ്ങൾ ഞാൻ അറിയിക്കാം. എന്തായാലും അവർ വരട്ടെ. തീരുമാനിച്ച ചാർജുള്ള ഒരു ഡോക്ടർ ഉണ്ട് ഇവിടെ, ചാർജുള്ള മെഡിക്കൽ ഓഫീസർ ഉണ്ട്. അദ്ദേഹം വന്നോണ്ടിരിക്കുകയാണ്. അദ്ദേഹം വന്നിട്ടില്ല. ഇവിടെ ഇരുന്ന സ്റ്റാഫുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇപ്പൊ വന്നവരേ ഉള്ളൂ. മെഡിക്കൽ ഓഫീസർ വരും. വന്നോ? ഇതാണോ ഈ ജിതയാണോ? ജിത ഞാൻ താലൂക്കിൽ തനിച്ചാൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ രാവിലെ എത്ര മണിക്ക് ഒരു 11 മണിക്ക് സ്ഥാപനം ലോക്ക് ചെയ്ത് പോയതായിട്ടാണ് വന്നിട്ടുള്ള വിഷയം. ഞാനിവിടെ രോഗികൾ വന്ന സമയത്ത് ലോക്ക് ചെയ്തിരിക്കുന്നത് കമ്മിറ്റിയായിട്ട് ഇവിടെ വിഷയം. സാറേ കടക്കലാണ് എൻ്റെ ലൈൻ. ഇവിടെ അഡീഷണൽ ചാർജാണ് ഉള്ളത്. അഡീഷണൽ ചാർജിന് ആഴ്ചയിൽ ഫ്രൈഡേ മാത്രമാണ് ഞാനിവിടെ വരുന്നത്. ബില്ല് നോക്കാനും അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കാനുമാണ് ഞാൻ വരുന്നത്. ഇവിടുത്തെ സ്റ്റാഫിനെ പോലും എനിക്ക് മുന്നോട്ട് അറിയത്തില്ല. അപ്പോൾ ഫ്രൈഡേ മാത്രമേ ഞാൻ വരുന്നുള്ളൂ. ഇന്ന് ഇവിടെ വരേണ്ട ദിവസമല്ല. എന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കല്യാണത്തിന് വിളിച്ചതാണ്. ഞാൻ ഇവിടെ ക്ലർക്കിൻ്റെ കല്യാണമാണ്. ഇവിടുത്തെ ക്ലർക്കിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാനിവിടുന്ന് കണക്കിൽ ഹോളിഡേ മാർക്ക് ചെയ്തിട്ട് ലീവ് എടുത്തിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കല്യാണത്തിന് പോകുന്ന കാര്യം എല്ലാവരും പോകരുത്, പോകുന്നത് റിസ്ക്കാണ്. ഡ്യൂട്ടിക്ക് ആളിനെ നിർത്തിയിട്ട് മാത്രം പോകണം എന്നാണ് പറഞ്ഞിരുന്നത്. അത്രയും എനിക്കറിയാം. ഇത് എല്ലാവരും കൂട്ടിക്കൊണ്ട് പോകുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അടുത്ത ഷിഫ്റ്റിന് ആളുകൾ വന്നപ്പോൾ തുറന്നില്ല എന്നാണ്. പെർമിഷൻ എല്ലാം പോകുമെന്ന് പറഞ്ഞിട്ട് ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാവരും പോകുന്ന റിസ്ക്കാണ്, നേരത്തെ അടയ്ക്കുന്ന റിസ്ക്കാണ്. ഞാൻ അന്വേഷിച്ചിട്ടില്ല സാറേ. ഞാൻ അങ്ങനെ പെർമിഷൻ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കല്യാണത്തിന് നേരത്തെ പോകുന്ന റിസ്ക്കാണ്. വിളിച്ചത് ഇവിടുത്തെ ഏനമാണ്. അല്ല സാറേ, ഫോണിൽ വഴി അങ്ങനെയാണ് ചോദിച്ചത്. ഇങ്ങനെ ഒരു കാര്യത്തിന് അവര് പോകുന്നു അല്ല സാറേ, ഡ്യൂട്ടിക്ക് ആളുണ്ടാവും എന്നുള്ള ഉറപ്പിലാണ്. അങ്ങനെ അനുവാദം എടുത്ത് പോകുന്നതിന് മാറ്റേണ്ടെന്ന ഇവിടെ ഇന്ന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനാരായിരുന്നു. എന്റെ അടുത്ത് നാളെ പെർമിഷൻ വാങ്ങിക്കേണ്ടത്. ഇവിടെ നിന്ന് വിളിച്ച് അങ്ങോട്ട് ചോദിക്കേണ്ടതെന്ന് അറിയാം. വേറെ കോൺട്രാക്ട് സ്റ്റാഫാണ് ഡോക്ടേഴ്സ് ഉള്ളത്. വേറെ പെർമനന്റ് സ്റ്റാഫ് ആരും ഇല്ല. PSC ഡോക്ടർ ലീവ് ആയതുകൊണ്ടാണ് എനിക്ക് ചാർജ്. ഇവിടുത്തെ IMO ലീവ് ആയതുകൊണ്ടാണ് എനിക്ക് ചാർജ് തന്നത്. അഡീഷണൽ ചാർജാണ്. ബാക്കിയുള്ള 3 പേര് കോൺട്രാക്ട് ഡോക്ടേഴ്സാണ്. പിന്നെ ഉള്ളത് ANM, ഫാർമസിസ്റ്റ്, ക്ലർക്കാണുള്ളത്. ക്ലർക്ക് ഒരു കല്യാണമാണ് നടക്കുന്നത്. പിന്നെ ഉള്ളത് ANM ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്. അതല്ലാതെ വേറെ ആരും
അറിഞ്ഞില്ല. ഇവിടുന്ന് ഇവര് വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇപ്പോഴാണ് അറിയുന്നത്. ആദ്യം ഈ മാഡം വിളിക്കുമ്പോൾ എല്ലാവരും കൂടി ഇത് ക്ലോസ് ചെയ്ത് പോയി വരും. ഈ ഓഫീസുകാരും അറിയില്ല. ഇതിന്റെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുമാരെ എവിടെ കൊടുക്കുന്നത്? ഇന്നത്തെ ഈ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് എവിടെയാണ് കൊടുക്കുന്നത്? ദിവസം ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. എവിടെയെങ്കിലും ഓക്കെ, ഞാൻ വിളിക്കാം. എന്റെ കോപ്പി കാര്യങ്ങൾ വ്യക്തമായ വിവരങ്ങൾ എന്താണെന്നുള്ളത് ഇന്ന് രാവിലെ ഒരു ആക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് ഉത്തരവാദിത്തത്തിൽ ഓഫീസിൽ നിൽക്കേണ്ടെന്ന് ആൾക്കാരെ അങ്ങനെ ഓഫീസിലേക്ക് പോയത് വാക്കാലുള്ള പെർമിഷനോടുകൂടി ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിയിട്ട് പോകുന്നത്. ഇവിടെ ഈ പുറത്തേക്ക് അങ്ങനെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു 3 ദിവസം എല്ലാ കാര്യങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പരിശോധിച്ച് അലോ ചെയ്തിട്ടാണോ അലോ ചെയ്യാതെയാണോ പോയത്? എത്ര പേര് ആളുകളുണ്ടായിരുന്നു? ഉച്ചയ്ക്ക് 1 മണിക്ക് ഡ്യൂട്ടിക്ക് ഷിഫ്റ്റിന് വരേണ്ടുന്നവർ ആരൊക്കെ 1 മണിക്ക് വന്നു? ഇനി മനസ്സിലാക്കി ചെയ്യുന്ന ഇവര് നടക്കുന്നത് ആർക്കും അറിയത്തില്ല. മാഡത്തിന് അറിയത്തില്ല. ഇവിടെ ഡോക്ടർ വെള്ളിയാഴ്ചയും വന്ന് ഓഫീസർ നോക്കി അറ്റൻഡൻസ് രജിസ്റ്റർ മാത്രം നോക്കാനാണ് മേഡത്തിന് അവിടെ ചുമതല കൊടുത്തത് മാത്രം നമുക്ക് അറിഞ്ഞാൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 3 പോസ്റ്റ് ഉണ്ടായിട്ടും PSC പോസ്റ്റിനാരൊക്കെ ചെയ്തു ഉള്ളവരെ ജോലി ചെയ്യുന്നത് നോക്കിയാൽ മതി. പോസ്റ്റിനാരെയൊക്കെ വേറെ നോക്കിക്കോളും, ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളും. ഉള്ളവരെ ജോലി ചെയ്യേണ്ടാരും പറ. പോസ്റ്റിനാരെ പറഞ്ഞാൽ മാഡത്തിന് രജിസ്റ്റർ ഓപ്ഷനിൽ നോട്ട് ചെയ്യാമോ? മാഡത്തിന് രജിസ്റ്റർ ഈ രജിസ്റ്റർ അപ്പോൾ മാഡം ചെയ്യണപ്പോ ഇപ്പൊ ചെയ്യണം. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ക്ലാസ് 2 ഷിഫ്റ്റ്. ഇവിടെ ഞായറാഴ്ച വൈകുന്നേരം 6 മണി വരെ ഡ്യൂട്ടി. വൈകുന്നേരം 6 മണി വരെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും 1 മണിക്ക് നാട്ടിലേക്ക് പോകുന്നതാണ്. എല്ലാ ദിവസവും ഇവിടെ ഞങ്ങൾ 11 മണി മുതൽ ഈ സമയം വരെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ പല പ്രദേശങ്ങളിൽ നിന്ന് കിഴക്കൻ മലയോര മേഖലയിൽ കുളത്തൂപ്പഴയിൽ നിന്ന് വരെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും മറ്റാവശ്യമായി ഇവിടെ വന്നു. ഞങ്ങളോട് പറഞ്ഞത് എല്ലാ ഞായറാഴ്ചകളിലും 1 മണിയാകുമ്പോൾ ഈ ഓഫീസ് അടച്ചിട്ട് മുഴുവൻ ആൾക്കാരും പോകും. വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. നിങ്ങൾക്ക് ഈ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാവണം. നിങ്ങൾക്ക് നൽകുന്ന ഈ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണത്തിന് ശമ്പളം തരുന്നത് 1-1.5 ലക്ഷം രൂപ വെച്ച് ശമ്പളം വാങ്ങിക്കുന്ന ഓരോരുത്തർ ഈ സ്റ്റാഫുകളുണ്ട്. നിങ്ങൾ ആരോടാണ് പ്രതിബദ്ധത കാണിക്കുന്നത്? പ്രവർത്തിക്കേണ്ടത്. അതുപോലെ ഒരു ഡോക്ടർ അവർ വന്ന് പറഞ്ഞിട്ട് 3 പേര് വന്ന് പറഞ്ഞിട്ട് പോയതാ. ഒരു ഡോക്ടർ ഇവിടെ വന്നിട്ട് രാവിലെ വരും, വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും, ഇവിടുത്തെ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കൊടുത്തിട്ട് ഈ തെരുവുനായ്ക്കൾ വളർത്തുന്ന സ്ഥാപനമാണ് ഇന്ന് രാവിലെ ആരൊക്കെയാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്? ഉച്ചയ്ക്ക് ശേഷം ആരൊക്കെയാണ്? ഇവിടുത്തെ സ്റ്റാഫുകളെ അറിയത്തില്ലെന്ന് നമുക്ക് കൃത്യമായ നടപടികളാണ് മനസ്സിലായത്. നമ്മളൊരു ഇതെല്ലാം ബോധ്യപ്പെട്ടല്ലോ. വളരെ സുവ്യക്തമായ ഈ വന്നിരിക്കുന്നവരൊന്നും മാഡത്തിന് അറിയത്തില്ല. ഇത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്, ഇത് പഞ്ചായത്ത് മെമ്പർമാരാണ്, ജനപ്രതിനിധികളാണ്. ഇവരെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ളവരാണ് നിൽക്കുന്നത്. അല്ലാതെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൻസറുകളുടെ സമൂഹത്തോടും എല്ലാം ആൻസറുകളായിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ വിഷയത്തിന് കൃത്യമായ പരിഹാരം ഉണ്ടാവണം. ഇത് ആവർത്തിക്കാൻ പാടില്ല. അതിനെന്തൊക്കെ നടപടികളാണ് എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം. എന്തൊക്കെയാണ് ഇപ്പം 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടല്ലോ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ്? ഇത്രയും മെമ്മോ കൊടുക്കുക, അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം.
ആബ്സെന്റ് മാർക്ക് ചെയ്യണം, അവർക്ക് മെമ്മോ കൊടുക്കണം. ബന്ധപ്പെട്ട പിന്നെ തൊട്ട് DMO അല്ലല്ലോ ഇത്, ബന്ധപ്പെട്ട ഡെപ്യൂട്ടി റീജിയണൽ മാനേജർക്ക് അതിന്റെ അറിയിപ്പ് കുഴപ്പമില്ല, നടപടി മതി. 3 മാസമല്ല, 1 ദിവസമായാലും നമുക്ക് അതിന്റെ നടപടി. കാര്യം ഇല്ലല്ലോ, ഇത് കേട്ടതിൽ നിന്ന് വ്യക്തമായില്ലേ? അത് പരിഹരിക്കുക, അത് പരിഹരിക്കുക. അവർ പറഞ്ഞത് വന്നിപ്പോ ഡ്യൂട്ടിയിൽ ഇന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്തതായിരുന്നു. അതിവിടെ ഇല്ലായിരുന്നു. ആരൊക്കെയാണ്, എത്ര പേരാണ്, അത് ഓരോ ഉദ്യോഗസ്ഥനെ വേണമെങ്കിൽ വിളിച്ചോ മാഡം. ആരൊക്കെയാണ് നല്ല പേര് വരെ ചോദിച്ചോ. നടപടികൾ ചെയ്യുന്നതേ നിങ്ങൾ അധികാരമുണ്ട്. അത് കൊടുക്കുന്ന മെമ്മോ, ഇതിന്റെ റിപ്പോർട്ട് എഴുതുന്നത് ഇതിന് ഒരു അന്വേഷണത്തിന്റെ കാര്യമില്ല. അതെ അതെ, അതുകൊണ്ട് എല്ലാവരുടെയും അതെ പോയി എന്നുള്ളത് ഇപ്പൊ ഇന്ന് ഒപ്പിട്ടിട്ട് ഇപ്പൊ പ്രസന്റ് ഇല്ലാത്തവരെല്ലാരും ഇത് ഫ്ലാഗ് പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ അംഗീകരിക്കത്തുള്ളൂ. ഇവർ നാളെ മേൽഘടകത്തിൽ നിന്ന് ഒരു അന്വേഷണം വരുമ്പോൾ അപ്പോൾ ഈ രജിസ്റ്റർ നോക്കുമ്പോൾ ആവശ്യപ്പെടുന്ന മാഡം അതിനകത്ത് റിമാർക്ക് എഴുതണം. ഇത്ര മണിക്ക് മാഡം ഇവിടെ വന്നു, അത് വെച്ചുള്ള ആദ്യമായിട്ടല്ലേ ഇപ്പൊ ഇത് കണ്ടുപിടിച്ചത്. ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കുന്നെന്ന് വേണം നമ്മൾ കരുതാൻ. സ്ഥിരമായിട്ട് ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. അല്ല, അതവരെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് അല്ല, ഈ 2 പേരുടെ കാര്യം അവരെ ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ. ഇപ്പൊ പോയവരുടെ ഇത്രയും രാവിലെ ഇവിടെ ഉണ്ടാകേണ്ടുന്ന ഡോക്ടർ ദേവമാണ്. അദ്ദേഹത്തെ ആദ്യം ചെയ്യേണ്ട സസ്പെൻഡ് ചെയ്യണം. അതാണ് വേണ്ടത്. കാരണം അവർ ഡോക്ടർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഈ ഹോസ്പിറ്റൽ പോയി അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. പിന്നെന്താ ഡോക്ടർ അതുൾപ്പെടെ റിപ്പോർട്ട് ചെയ്യണം. ഒരു റിമാൻഡ് എഴുതിയാൽ മതി. എത്ര പേർ ഡ്യൂട്ടിയിലുള്ളവർ ഒപ്പിട്ട വരാൻ നോക്കി. ഒരാളെ വേണമെങ്കിൽ വിളിച്ച് ഒരാളെ ആരെങ്കിലും ഒരാളെ വിളിച്ച് പേരുകൾ ഇത്ര സമാധാനമായ സമരം ഇവിടെ കൊണ്ടിട്ടുള്ളൂ സാർ. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുടെ പ്രശ്നത്തിലല്ല നിൽക്കുന്നത്. ഇന്നത്തെ ആൾക്കാരുടെ പേര് വരെ പറയുക, ഇതിനകത്തോട്ടൊന്ന് എഴുതുക. കേട്ടോ കേട്ടോ ഡോക്ടറെ, ഇന്ന് പോയവരുടെ പേര് വരെ ഇതിനകത്തോട്ടൊന്ന് എഴുതുക. ഉണ്ടല്ലോ, അത് വെച്ച് ഒപ്പിട്ടിട്ട് പോയെന്നുള്ള ഡോക്ടർ പറഞ്ഞു. ഡോക്ടർക്ക് അറിയാലോ ആരൊക്കെ അമൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വിളിച്ച് നിർത്തിയിട്ടാ പോയത്. അയാളെ ലീവാണ്. ഈ വന്ന ഡോക്ടറും ഇപ്പൊ ഒന്നും പറയാനില്ല. ഓക്കെ. എത്ര പേര് അഞ്ചു പേരാണോ? 5 പേരാണോ? 5 പേരുടെ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി കയറാനുള്ളവര്
അല്ല അവര് 4 മണിക്കാണ് വന്നത് ഇവിടെ. 4 മണിക്കാ 4 മണിക്കാണ് വന്നിട്ടുണ്ട്. 4 മണിയൊക്കെ കൂട്ടിയിട്ടേക്കുമായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് അല്ലല്ല അവര് ഓഫീസ് അല്ല അത് ഓഫീസിലുള്ള ഡോക്ടറെ ഇവര് പറഞ്ഞിട്ട് പ്രശ്നം കാരണം വന്നതാ. മനസ്സിലായോ? ഈ വിഷയം രാവിലെ വന്നവർ ഡ്യൂട്ടി കട്ട് ചെയ്ത് പോയി. ഉച്ചയ്ക്ക് ഷിഫ്റ്റ് വരേണ്ടുന്നവരും അവരോടൊപ്പം പോയിരുന്നു. പോയിട്ട് 2 കൂട്ടരും 4 മണിക്കാണ് എത്തിയത്. ഇപ്പൊ സമാനമായ വിഷയം ഉണ്ടായപ്പോഴാണ് ഇതിൽ റിമാർക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ടുന്നതില്ല. 4 മണി വരെ ഇവര് അറ്റൻഡൻസ് ഒപ്പിട്ടിട്ടില്ലല്ലോ. ഇവിടെ നേരെ 2 കാറ്റഗറിയായിട്ട് ഇത് നോട്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് ഇത്ര പേര് ഒപ്പിട്ടതിന് ശേഷം പോയവർ. ഇനി അടുത്ത് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഡ്യൂട്ടിക്ക് വരേണ്ടവർ 4 മണിക്കാണ് പറയുന്നത്. ഇപ്പൊ കറക്റ്റ് ആയില്ല. ഓഫില ഈ വിഷയം നടന്നപ്പോ വിളിച്ചു പറഞ്ഞു വന്നതാ. അതൊരു വരയിട്ടിട്ട് 2 എഴുതിയാൽ മതി. ടാപ്പ് ഉണ്ടായതുകൊണ്ട് കാണാൻ പറ്റാത്തല്ലോ. ഈ 2 പേരും കൂടെ ആയിരുന്നു വരേണ്ടതല്ലേ? 2 പേരുള്ളോ? കല്യാണം അയാൾക്ക് റിപ്പബ്ലിക് ഡേയുടെ അയാൾക്ക് പോസ്റ്റ് ചെയ്തു. അതും വേണം. ഇനി രണ്ടാമത്തെ ഇതൊക്കെ രണ്ടാമത് വേണ്ടത് ഇവർക്ക് വേണ്ടുന്ന മെമ്മോ കൊടുക്കുക. മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് അത് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ അടക്കമുണ്ട്. ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്തുക. അത് ബോധ്യപ്പെടുത്തണം. ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്താൽ അത് ഓക്കെ. അതിന്റെ കാര്യങ്ങൾ പൊതുജനങ്ങളോടുള്ള സേവനങ്ങൾ അവർക്ക് കിട്ടണം, കൃത്യമായി കിട്ടണം. അതൊക്കെ അവകാശമാണ്. ഇപ്പോൾ കളക്ടർ നിർദ്ദേശിച്ച പുല്ലൂർ ഡെപ്യൂട്ടി തഹസീൽദാരും അതോടൊപ്പം തന്നെ ഡോക്ടർ ഇൻചാർജും എത്തി ഇവിടെ പരിശോധനകൾ നടത്തുകയും ഈ ഹാജരിട്ടവർക്ക് അത് ആബ്സെൻ്റ് ആക്കുകയും മറ്റുള്ള നിയമ നടപടികൾക്ക് വേണ്ടി റിപ്പോർട്ട് കളക്ടർക്ക് ഉൾപ്പെടെ സമർപ്പിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ പ്രശ്നം പരിഹാരം ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കൂടെ നൂറുകണക്കിന് സാധാരണക്കാരായ തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവർ ആശ്രയിച്ചെത്തുന്ന ഹോസ്പിറ്റലാണ് അഞ്ചൽ ESI ഹോസ്പിറ്റൽ. എന്നാൽ ഇന്ന് രാവിലെ 10 മണി 12 മണി സമയത്ത് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയ രോഗികൾ അവർ ആകെ വിഷമത്തോടെ ഇരിക്കുന്ന അവസ്ഥയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരുൾപ്പെടെ ഡോക്ടർമാരുൾപ്പെടെ ഉള്ള 14 പേർ അവർ ഈ ഹോസ്പിറ്റൽ പൂട്ടി കൊല്ലത്തുള്ള ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുക എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞത്.
ഞങ്ങൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ വളരെ എന്താ പറയുന്നത് പരിഹാസ നിലയിൽ യാതൊരു ഇതിൻ്റെ ഗൗരവവും മനസ്സിലാക്കാതാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ സ്റ്റാഫിൻ്റെ കല്യാണത്തിലാണ് എന്ന നിലയിലാണ് പറഞ്ഞത്. എന്നാൽ അനവധി രോഗികൾ പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് മരുന്ന് വാങ്ങാൻ ഉൾപ്പെടെ ഇവിടെ എത്തി അവർ തിരികെ സ്വകാര്യ ഹോസ്പിറ്റലുകളെ ആശ്രയിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ റീജിയണൽ മാനേജറെ ESIയുടെ ബന്ധപ്പെട്ട കൊല്ലത്തെ റീജിയണൽ മാനേജറെ ഞങ്ങൾ വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് ഇന്ത്യയിലെ ഒരു ESI ഹോസ്പിറ്റലുകൾക്കും അവധിയല്ല. അതാത് ഹോസ്പിറ്റലുകളുടെ സമയക്രമം എങ്ങനെയാണോ അങ്ങനെ അതാത് ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഞങ്ങൾ ശക്തമായ സമരം ഉൾപ്പെടെ നടത്തി ഇവിടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പോലും വിവിധ ഓഫീസർമാരെ അറിയിച്ചിട്ട് പോലും ഇവർ ഒരാളെ പോലും ഇത് തുറന്ന് പ്രവർത്തിക്കാൻ ഒരു ഡോക്ടറെയോ ഒരു അറ്റൻഡറെയോ അല്ലെങ്കിൽ ഒരു നേഴ്സിനെ പോലും ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായില്ല. വൈകിട്ട് 4 മണി വരെ ഉച്ചയ്ക്ക് ഈ പ്രശ്നം രോഗികളൊക്കെ വരുന്ന സാഹചര്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രീ PS സുബാൽ അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കുകയും അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറെ അറിയിച്ചുകൊണ്ട് അടിയന്തരമായി ഈ വിഷയം അന്വേഷിക്കണമെന്നും ഇടപെടണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ഇത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ആ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇവിടെ എത്തി പരിശോധന നടത്തുന്ന സമയത്ത് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ കല്യാണം ആഘോഷിക്കാൻ പോയ ഇവിടുന്ന് പോയ മാന്യന്മാർ ഈ ട്രാവലറിനകത്ത് വാഹനത്തിൽ ഇവിടെ തിരിച്ചെത്തിയത്. എത്തിയതിനു ശേഷവും ഇവിടെ നടന്ന പ്രതിഷേധവും ഇവിടെ ഉയർന്ന പ്രതിഷേധത്തിനും എല്ലാം തന്നെ വളരെ പുച്ഛത്തോടെയാണ് അവർ കണ്ടത്. എന്നാൽ വന്ന ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട പോലീസ് അധികാരികളും നിങ്ങളിത് തുറന്ന് അറ്റൻഡൻസ് ഉൾപ്പെടെ പരിശോധിക്കണമെന്ന ഇവിടെ പ്രതിഷേധം നടത്തിയ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അകത്തേക്ക് കയറുകയും കൂട്ട് തുറന്നുകൊണ്ട് അകത്ത് കയറുകയും അറ്റൻഡൻസ് പരിശോധിച്ചു. രജിസ്റ്റർ പരിശോധിക്കുമ്പോഴാണ് അതിലും രസമെന്ന് പറയുന്നത് ഇവിടെ വന്ന മെയിൻ ഡോക്ടറുടെ ഒപ്പ് പോലും എവിടെ ഇടുന്നതെന്ന് അറിയത്തില്ല. ആ അവസ്ഥ. ആ ഡോക്ടറുടെ ഒപ്പ് പോലും എവിടെ ഇടുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ പരിശോധനയ്ക്ക് വന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചു, താങ്കൾ എവിടെയാണ് ഒപ്പിടുന്നത്, താങ്കൾ ഇന്ന് ഇട്ടിട്ടുണ്ടോ? അത് ഞാൻ ഇവിടെ എല്ലാം ഇന്നലെ എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നാ ഡോക്ടറെ എന്നാ സാറേ എന്നാ പറഞ്ഞത്. തൊട്ട് പിന്നാലെ ഇവരെല്ലാം നിയന്ത്രിക്കേണ്ട ഇവരെല്ലാം കർശനമായ നല്ല രീതിയിൽ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടു പോകാൻ ചുമതലപ്പെടുത്തിയ ഇൻചാർജ് ആയിട്ടുള്ള ഒരു ഡോക്ടർ പേരെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല, കടയ്ക്കൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ കൂടാണ്. അദ്ദേഹത്തിനാണ് സ്മിത എന്ന് പറഞ്ഞ ഡോക്ടർക്കാണ് ഈ ഹോസ്പിറ്റലിന്റെ ചാർജ്. അജിത ആ ഡോക്ടറെ വിളിച്ചു. അവർ വന്നു. അവരോട് ഞങ്ങൾ പറഞ്ഞു, ഡോക്ടർക്ക് അറിയാലോ ഇതെങ്ങനെയാണ് ഷിഫ്റ്റാണോ, ഇതെങ്ങനെയാണ്, ആരൊക്കെയാണ്. അത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവിടെ എത്തുന്നത്. ശനിയാഴ്ച ദിവസം വരും, ബില്ലും വാങ്ങി പോകും. ഇതാണ് എൻ്റെ ജോലി എന്നാണ് പറഞ്ഞത്. അവർക്കും ഇവിടെ ആരൊക്കെ ജോലി ചെയ്യുന്നെന്നോ ഇത് എപ്പോൾ പൂട്ടിപ്പോകുന്നെന്നോ എന്ന നിലയിലുള്ള ഒരു ധാരണയും അവർക്കും ഇല്ല എന്ന നിലയിലാണ്. യാതൊരു ഉത്തരവാദിത്വമില്ലാതെയാണ് ഇവിടുത്തെ ഡോക്ടർമാരും ജീവനക്കാരും എല്ലാവരും തന്നെ മുന്നോട്ട് പോകുന്നത്. ശക്തമായ സമരം ഉൾപ്പെടെ നടത്തും. ശക്തമായ നിയമ നടപടി ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ഡോക്ടർക്കെതിരെയും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചവരെ ഒപ്പിട്ടിട്ട് ഡ്യൂട്ടിയിൽ ഹാജരാവാതിരുന്നവരും ഉച്ചയ്ക്ക് ശേഷം ഷിഫ്റ്റ് ഹാജരാവേണ്ട ജീവനക്കാരും ഡോക്ടറും അവരുടെ ഉൾപ്പെടെ ലിസ്റ്റ് അത് 7 പേരാണ്. അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഇന്ന് ഡ്യൂട്ടി ഹാജരാവാതെ ഒപ്പിട്ടിട്ട് പോയി കല്യാണം ആഘോഷിക്കാൻ പോയത്. അവർക്കെതിരെ ശക്തമായ നടപടി ബന്ധപ്പെട്ട ESI ഡിപ്പാർട്ട്മെന്റ് വഴിയും അത് കൂടാതെ തന്നെ കളക്ടർ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കളക്ടറുടെ നിർദ്ദേശാനുസരണം വന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്ത് അവിടുന്നും ശക്തമായ നിയമ നടപടി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നും ഇവിടുത്തെ പൊതുജനങ്ങളോടും ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട പൊതുപ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ച് പോകുന്നത്. ഇത്തരം സമീപനമായി ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്കെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും AIYFന്റെയും ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് രാജ്യമെമ്പാടും റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. നമുക്കറിയാം രാജ്യമെമ്പാടും തന്നെ രാജ്യത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും ഇന്ന് രാവിലെ തുറന്ന് ആ സർക്കാർ ഓഫീസിന്റെ മുന്നിൽ കാണുന്ന കൊടിമരം, ആ കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തി അവിടെ ദേശീയഗാനം ആലപിച്ചാണ് അവിടെ എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ ഒരു കൊടിമരം നിൽപ്പുണ്ട്. വർഷങ്ങളായുള്ള ചരട് മാത്രമാണ് ആ കൊടിമരത്തിലുള്ളത്. അവിടെ ഇന്ന് രാവിലെ ദേശീയ പതാക ഉയർത്താൻ പോലും കല്യാണത്തിന് പോകാൻ ആത്മാർത്ഥത കാണിച്ച ഈ ഉദ്യോഗസ്ഥർ, ഈ ജീവനക്കാർ താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് ഈ രാജ്യത്തോട് അവർ കാട്ടിയ അനാദരവ് കൂടിയാണ്. ശക്തമായ പ്രതിഷേധമാണ് AIYFന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ളത്. തുടർന്നും ഇത്തരം സമരവുമായി മുന്നോട്ട് പോകും. നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇന്ന് 77ാമത് റിപ്പബ്ലിക് ഡേ ദിനം ആചരിക്കുകയാണ്. ഈ റിപ്പബ്ലിക് ഡേ വെല്ലുവിളിച്ചുകൊണ്ട്
പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അഞ്ചലിലെ ESIയിലെ സ്റ്റാഫുകൾ ഇന്ന് പൂട്ടിയിരിക്കുകയാണ് അഞ്ചലിലെ ESI ഹോസ്പിറ്റൽ. വളരെ ഖേദകരമാണ് ഈ കാര്യം. അധികാരിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ 11 മണിക്ക് ഞങ്ങൾ പൊതുപ്രവർത്തകർ ഇവിടെ എത്തിയപ്പോൾ ഇത് പൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അനവധി പേഷ്യൻറ്റുകൾ കടന്നു വന്നു. അവർക്ക് മരുന്ന് വാങ്ങാൻ അഞ്ചൽ കഴിഞ്ഞാൽ പിന്നെ അവർ പോകേണ്ടത് ഇനി ചീരങ്കാവിലേക്കാണ്. അപ്പോൾ അവരോട് കാണിക്കുന്ന ക്രൂരത, പൊതുജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളി, അവർക്ക് കിട്ടുന്ന സേവനങ്ങൾ ഇല്ലാതാക്കൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ മെയിൻ തൊഴിലായി മാറിയിരിക്കുകയാണ്. രാവിലെ 8:30 പ്രവർത്തിക്കേണ്ട ESI ഹോസ്പിറ്റൽ തുറക്കുന്നത് 10 മണിക്കും വൈകുന്നേരം 4 മണിക്കും അടച്ചു പൂട്ടി പോകുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ ഇന്ന് പൊതുജനങ്ങൾക്ക് കിട്ടാത്ത സേവനത്തിനെതിരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട MLA MPയും കളക്ടറുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി തഹസീൽദാർ ഇവിടെ ഒന്ന് അന്വേഷണം നടത്തുകയും കർശനമായ നിയമ നടപടി സ്വീകരിക്കാമെന്ന് പറയുന്നതിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം പിൻവലിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് കിട്ടുന്ന ശമ്പളം ഈ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഇവർക്കുണ്ടാവണം. ശക്തമായ സമരവുമായി ഇല്ലെങ്കിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട പലരും പല പരാതികളും എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പേഷ്യന്റ് വന്ന് പറഞ്ഞത്, ഞാനൊരു മുറിവുമായി ഇവിടെ വന്നപ്പോൾ എന്റെ മുറിവ് സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകണമെന്നാണ് ഒരു സിസ്റ്റർ പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു ശ്വാസം മുട്ടലുമായ ഒരു പേഷ്യന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നെബുലൈസേഷൻ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പോലും ESI ഹോസ്പിറ്റലിൽ ഇല്ല. അവർ ഉടൻ തന്നെ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തുവിടും. വളരെ പരിതാപകരമാണ്. ഇത് ഘടകങ്ങൾ ഇത് അന്വേഷിക്കാത്തതുകൊണ്ടാണ്. മാത്രമല്ല, കോൺട്രാക്ട് വ്യവസ്ഥയിലുള്ള കുറെ ഡോക്ടർമാരും സ്റ്റാഫുകളും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആര് വരുന്നു, ആര് പോകുന്നു, എത്ര അറ്റൻഡൻസ് എടുക്കുന്നു, എപ്പോൾ പോകുന്നു എന്നൊന്നും ഇവിടെ ഒരു ആരും ചോദിക്കാനില്ല. ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ബോർഡിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവർത്തന സമയം. പക്ഷേ കൃത്യം 1 മണിക്ക് ഇതിനകത്ത് താളം വീണിരിക്കും. കൂട്ടിട്ടിരിക്കും ഉദ്യോഗസ്ഥന്മാർ. അവർ ജനങ്ങളോട് വെല്ലുവിളിയാണ്, ഇവിടുത്തെ സംവിധാനത്തോട് വെല്ലുവിളിയാണ്, നിയമ സംവിധാനത്തോട് വെല്ലുവിളിയാണ്. പക്ഷേ ഇത് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരില്ല. ഇത് കൃത്യമായി ബഹുമാനപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പൊതുജനങ്ങളുടെ സൈഡിൽ നിന്നും ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഈ പൊതുജനങ്ങൾക്ക് കൃത്യമായ സേവനം നൽകുകയും കുറ്റക്കാർക്കെതിരായ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.